വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഇന്ന് പ്രഭാതത്തിൽ അറിയിക്കട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ അക്കോളവും നിറച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട യേശു കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയുടെ ആദ്യത്തെ കാനായിലെ കല്യാണത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് കൊണ്ടുള്ളൊരു അത്ഭുതം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. യേശു കർത്താവിൻ്റെ ബൈബിളിൽ 40-ലധികം അത്ഭുതങ്ങളും അടയാളങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അവൻ ചെയ്തത് ഈ ലോകത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ ഒതുങ്ങത്തില്ല എന്ന് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാരണം നമുക്കറിയാം, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം ഒരു കല്യാണ വീട്ടിൽ നിന്നുമാണ് ആദ്യത്തെ അത്ഭുതം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പരിശുശ്രൂഷയിലോട്ട് കർത്താവ് പ്രവേശിക്കുന്നത്. ഇവിടെ ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. അപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷകന്മാരോട് പറഞ്ഞു, വെള്ളം നിറപ്പിൻ. പക്ഷെ അവിടെ നമുക്ക് രണ്ട് കാര്യം, നിറച്ചത് വെള്ളമാണെങ്കിൽ കൊടുത്തത് ഏറ്റവും മുന്തിയ, ഇതുവരെയും അവർ രുചിച്ച് നോക്കിയിട്ടില്ലാത്ത വലിയൊരു വീഞ്ഞാണ്. ആ വാക്കിലൂടെ ആ വെള്ളത്തെ വീഞ്ഞാക്കി കർത്താവ് മാറ്റി. നാം ചിന്തിക്കണം, നമ്മുടെ മേലുള്ള അധികാരം, നമ്മുടെ കോളിങ്, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കും അധികാരത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാക്കാണ്. ഇവിടെ ആ വിരുന്നുവാഴി മണവാളനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആദ്യം നല്ല വീഞ്ഞ് കൊടുക്കും, ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം കൊടുത്തതല്ല കൊടുക്കാറുള്ളത്, മോശമായത് കൊടുക്കും. പക്ഷെ ഇവിടെ മണവാളനോട് പറയുന്നു, നീ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും എവിടെ സൂക്ഷിച്ചു വെച്ചു? ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ ഒരു വാക്ക് വെള്ളത്തെ ഏറ്റവും മുന്തിയ വീഞ്ഞാക്കി മാറ്റിയ, അത് വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷകന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് മാത്രമേ അറിയാവൂ വെള്ളമായിരുന്നു. പക്ഷേ ആ വെള്ളമാണ് ആ കൽപ്പാത്രങ്ങൾ, ആർക്കും വേണ്ടാത്ത തള്ളപ്പെട്ട് കിടന്ന ആ കൽപ്പാത്രങ്ങളിലോട്ട് ആ വെള്ളം കോരി നിറച്ചപ്പോൾ, പക്ഷേ ആ കൽപ്പാത്രങ്ങളിൽ പിന്നെ കണ്ടത് വെള്ളമല്ല, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടാൽ മുന്തിയ ലഹരി പിടിപ്പിക്കുന്ന ആ ലഹരിയുള്ള വീഞ്ഞാക്കി കർത്താവ് അതിനെ മാറ്റി. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളത് സൂപ്പർ നാച്ചുറലിനകത്ത് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നു. ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്കൊക്കെ ഇന്ന് ആഫ്രിക്കനിലുള്ള കർത്താവിൻ്റെ അഭിഷിക്തന്മാരിലൂടെയൊക്കെ വലിയൊരു ഉണർവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സൗത്ത് കൊറിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അങ്ങനത്തെ ഉണർവിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിനേക്കാൾ ശക്തമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവരുണ്ട്. കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കും, ഞാൻ ചെയ്യുന്നതിനേക്കാൾ അധികം നിങ്ങളും ചെയ്യും. നമ്മൾ ചിന്തിക്കണം, ഈ ഇന്ത്യയിൽ ഒരു ഉണർവിൻ്റെ സീസണാണിപ്പോൾ. ഈ ഉണർവിനകത്ത് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാം പറഞ്ഞാലും ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന അഭിഷേകത്തിനകത്ത് വിശ്വസിച്ചുകൊണ്ട് അത് കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ വെള്ളം വീഞ്ഞായി മാറും. ഈ വചനങ്ങളാൽ ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉറപ്പോടെ നിങ്ങളെ നോക്കി ഞാനൊരു അത്ഭുതം ചെയ്യുന്നവനാണ്, അത്ഭുതം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ആത്മാവിലൊന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒഴുകുന്ന ദൈവ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ആ ഡുനാമിക്സ് പവറിനെ നിങ്ങൾ തിരിച്ചറിയുക. ഈ വചനങ്ങളാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഇത് കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വലിയ എൻകൗണ്ടർ വെളിപ്പെടേണ്ടത് ഞാൻ ദൈവാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഏറ്റവും മുന്തിയ തലത്തിലോട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.